ഇംതിയാസ് കരീം ചേർന്നു മലപ്പുറത്ത് നിന്നും. ഇംതിയാസ്, മലപ്പുറത്ത് തിരക്ക് കൂടി വരുന്നുണ്ടോ? മോത്തി, തീർച്ചയായിട്ടും ആ തിരക്ക് എല്ലാ ബൂത്തുകളിലും കാര്യമായ തിരക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ നെടുങ്ങോട്ടുകുളം വാർഡിലാണ്. അവിടെ ഒരു ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ നീണ്ട വരി, അത് സ്ത്രീകളുടെ ഭാഗത്താവട്ടെ പുരുഷന്മാരുടെ ഭാഗത്താവട്ടെ നീണ്ട വരിയുണ്ട് എന്നുള്ളതാണ് കാര്യം. ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്താവട്ടെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി UDF മികച്ച ആധിപത്യമുള്ള വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ നിലനിൽക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. 20-ൽ 15 കഴിഞ്ഞ തവണത്തെ സീറ്റിന് നോക്കുമ്പോൾ 20-ൽ 15 ഉള്ളത് UDF-നാണ്, 5 LDF എന്നിങ്ങനെയാണ് ഇവിടുത്തെ കണക്ക്. പക്ഷേ ഇത്തവണ ഉണ്ടായ പ്രാദേശികമായ കുറേ വിഷയങ്ങൾ, സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ, ഈ വിഷയങ്ങൾ കൊണ്ടൊക്കെ LDF-ന് ഒരു മികച്ച നേട്ടം ഇവിടെ കൈവരിക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് LDF ഇവിടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കുറെ നേരമായിട്ട് നിൽക്കുന്നതാണോ? അതെ, കുറെ നേരമായിട്ട് നിൽക്കുന്നതാണ്. എല്ലാ തവണയും നേരത്തെ ഒന്ന് വോട്ട് ചെയ്യാറുണ്ടോ? നേരത്തെ വോട്ട് ചെയ്യും. എന്ത് പറ്റി? പക്ഷെ സമയം നേരത്തെ 7:00 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാണ്, അത് കാരണം വൈകി. നമുക്കൊന്നും പ്രശ്നമില്ല, വോട്ട് ചെയ്തിട്ടേ പോകും. അതെ, അത് ചെയ്തിട്ടേ പോകും. അത് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. ആൾക്കാർ വരാനുണ്ടോ വീട്ടിൽ നിന്ന്? വേറെ വീട്ടിൽ നിന്ന് മോള് വരാണ്ട്. ഹസ്ബൻഡും ഉണ്ട്. എന്താണ് കുറെ സമയത്ത്? കുറെ ദിവസമായി. ഇന്ന് രാവിലെ 5 മണിക്ക് ശബരിമലയിൽ നിന്ന് വന്നതാണ്. വന്നപാട് ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ടേക്കാ വന്നത്, ബൂത്തിലേക്കാ വന്നത്. ശരി. ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അല്ലേ നമ്മൾ സെറ്റാണ്? സെറ്റാണ്. ഒന്നും പറയാനില്ല. ആര് ജയിക്കുന്നൊക്കെ നമ്മളാണ് ജയിക്കും. അതൊക്കെ മനസ്സിലാണ്. മനസ്സിലുണ്ട് അല്ലേ? ഇയാൾക്ക് വോട്ടുണ്ടോ? വോട്ടുണ്ടോ? മോളെയും കൊണ്ടാ വന്നേ? വീട്ടിലൊറ്റക്കാക്കി പോകാൻ പറ്റില്ല? ഒറ്റക്കാക്കി പോരാൻ പറ്റൂല. പോന്നതാ 8 മണി. ഇവിടെ തന്നെ അടുത്തന്നെയാണ്? അടുത്തന്നെ. മോത്തി, ആ തരത്തിലാണ്. ചെറിയ കൈക്കുഞ്ഞുങ്ങളെ അടക്കം ചിലരുടെയൊക്കെ തോളിൽ അടക്കം കുഞ്ഞുങ്ങളുണ്ട്. സ്ത്രീകളടക്കമുള്ളവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് രാവിലെ തന്നെ വരി നിൽക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടേ പോകൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് എല്ലാവരും.